ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വ്ളോഗും കാര്യങ്ങളൊന്നും ആയിട്ടല്ല വന്നിട്ടില്ല. ഞാനൊരു ക്രാഫ്റ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ താണ്ടെ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇങ്ങനെ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് വരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലേ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മുകളിൽ പോയപ്പോൾ ഒരു കാർഡ്ബോർഡ് കിട്ടിയിട്ടോ. പിന്നെ എനിക്കൊരു ഓർഗനൈസറിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ഞാനൊരു എന്താ പറയുക, മോൾ കിസ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു മോൾ കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റിൻ്റെ നമ്മുടെ ആ ബിസ്ക്കറ്റ് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ, അതുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ എടുത്ത് വെച്ച് മുകളിൽ പോയപ്പോഴാണ് ഞാൻ കാർഡ്ബോർഡ് കണ്ടത്. കാർഡ്ബോർഡ് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് കട്ടിയില്ലാത്ത ചെറിയ തിന്നായിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രണ്ട് പീസായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും റൂമിൽ നിന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കാണിച്ചു തന്നല്ലോ, അതൊരു ബ്ലൂ ഹെവൻ ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത്. അത് ഇടയ്ക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പം അത് ഓറഞ്ച് കളറായിരിക്കും, ചിലപ്പോൾ ലൈറ്റ് പിങ്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഓക്കെ എന്നുള്ളൊരു കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മീൻസ് ഞാനൊരു ഫോൺ എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്തപ്പോഴോ അതാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് നെറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് ടി വി ഓൺ ആക്കിയിട്ട് ടി വിയിൽ നെറ്റ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ടി വി ഓൺ ചെയ്തിട്ട് അതിനകത്തൊന്ന് നോക്കിയിട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒന്നല്ലായിരുന്നു വേണ്ടിയത്, കുറച്ച് ക്യൂട്ടായിട്ടുള്ള. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഉദ്ദേശിച്ചത്. ഏതാണ്ട് ഇതുപോലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഓർഗനൈസർ വെച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. കണ്ടോ. പിന്നെ എനിക്ക് ആ കാർഡ്ബോർഡ് മോൾ കിസ്റ്റിൻ്റെ ആ സാധനമൊക്കെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത്. നിങ്ങൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എനിക്കിത് നെറ്റിൽ സെർച്ച് ചെയ്ത് അത് നോക്കലും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കലൊക്കെ കൂടി ആയതുകൊണ്ടാണ് എനിക്ക് ടൈം പോയത്. അപ്പോൾ സാധനങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ മോൾ കിസ്റ്റിൻ്റെ 2 പാക്കറ്റായിരുന്നു കേട്ടോ. മീൻസ് ഇതുപോലത്തെ 2 ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു. മോൾ കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഇന്ന് രാവിലെ വാങ്ങിച്ചതാണ്. സോ അങ്ങനെ ഈവനിങ് ആയപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്, തലയിൽ കയറുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കാർഡ്ബോർഡാണ്. ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്തത്. അപ്പം അതിനകത്ത് എനിക്ക് വേണ്ട മീൻസ് അളവിൽ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ബേസും അതുപോലെ തന്നെ അതിൻ്റെ അതായത് ബേസ് എന്ന് പറയുമ്പം നമ്മൾ അടിയിലുണ്ടാകുന്ന ബേസും അതുപോലെ തന്നെ നമ്മൾ ബേക്കിൽ ഇതുപോലെ കൊടുക്കുന്ന ബേസും ഉണ്ടല്ലോ, ആ 2 എണ്ണവും വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ കറക്റ്റ് അളവിൽ ഞാൻ ഇതിന് നടുവിൽ സെൻറ്ററിൽ വെക്കാനുള്ള സാധനം വെച്ചിട്ട് ഞാനൊക്കെ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഞാൻ മോൾ കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ ലാസ്റ്റ് നമ്മളിപ്പം ആ ഒരു ബ്ലൂ കളർ ഷെൽഫ് കണ്ടില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. സോ ആദ്യം തന്നെ നമുക്ക് വേണ്ട അതുപോലത്തെ ബേസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മോൾ കിസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വലിക്കാൻ പറ്റുന്ന ഒരു ഡ്രോ പോലെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. സോ ആ ബിസ്ക്കറ്റിൻ്റെ അതിൻ്റെ ഒരു അളവിൽ നമുക്ക് ഈ കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാം, അതിൻ്റെ അതേ അളവിൽ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കാം. ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു 4 പീസ് തന്നെ 4 പീസും പിന്നെ അതിൻ്റെ അടിയിൽ വെക്കാനുള്ളൊരു ബേസും അത് ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല. ഞാൻ ലാസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് എന്താ വന്നത്. സോ അപ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിന് എൻ്റെ ഫോണിൽ കുറച്ച് ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് അധികം നേരം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് 50 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതായത് ഞാൻ ഒക്കെ ലൈവായിട്ട് എടുത്തപ്പം മീൻസ് ഞാൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുതൽ അവസാനിക്കുന്നത് വരെ ഫുള്ള് ലൈവായിട്ട് എടുത്തോണ്ട് തന്നെ 50 മിനിറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് 11 മിനിറ്റ് ആക്കിയുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ ബേസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈഫോ പേപ്പർ എടുത്ത് പശു വെച്ചതാണ്. എൻ്റെ പശുവിൻ്റെ കുപ്പിയാണെങ്കിൽ ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എടുക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ പശക്കുപ്പിയുടെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പശക്കുപ്പിയുടെ ഇതുണ്ടാവില്ലേ, അത്. സോ അങ്ങനെ ഞാൻ അതിന് കാർഡ്ബോർഡിലോട്ട് ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ മൊത്തവും അങ്ങോട്ട് പോകുന്നു. അതിൽ പിന്നെ അപ്പോസ് ഒരു വിക്സിൻ്റെ എന്താണെന്ന് തോന്നുന്നു, എന്തോ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അതിനകത്ത് ഒഴിച്ച് വെച്ച് ഇടയ്ക്ക് വന്നിട്ട് ശല്യപ്പെടുത്താനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മീൻസ് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റൊക്കെ ഉണ്ടാക്കി വെക്കാനും കുറച്ച് മീൻസ് ബുദ്ധിമുട്ടിക്കാനൊക്കെ ആയിട്ട് അപ്പൂസും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഈ സൈഡിൽ വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഭാഗം കവർ ചെയ്യാൻ വേണ്ടി A4 വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ A4 എടുത്തിട്ട് ഈ ഒരു 2 സൈഡും അങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ സ്റ്റിക്കർ ഉണ്ട്, അതുപോലെ നമുക്ക് ബുക്ക് പൊതിയാൻ യൂസ് ചെയ്യല്ലേ, അതൊക്കെ വേണമെങ്കിൽ നമുക്കിത് പൊതിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
അങ്ങനെ ഞാൻ നമ്മൾ രണ്ടെണ്ണം വീണ്ടും നമ്മൾ പൊതിഞ്ഞെടുക്കുവാണ്. ഇത് നേരത്തെ ചെയ്തത് നമ്മൾ സെൻറ്ററിൽ വെക്കാനുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു വലിക്കുന്നതില്ലേ, ഈ മോൾക്കിസിൻ്റെ സംഭവം വെച്ചിട്ട് വലിക്കുന്നില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. അതിനിടയ്ക്കായിട്ട് ഞാനിത് ചെറിയ ചെറിയ പീസസൊക്കെ എടുത്ത് തീയിലൊക്കെ കത്രികയൊക്കെ വെച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റർടൈൻമെൻറ്റ് കൂടെ വേണമല്ലോ. അല്ലാതെ ഇതിപ്പോൾ ഫുള്ള് സീരിയസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇറിറ്റേഷനാവും ചിലപ്പോൾ മൈൻഡിലൊക്കെ. അങ്ങനെ ഞാനത് ഇതും നമ്മുടെ ബേക്കിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുകയാണേ. അങ്ങനെ ഞാൻ അതിൻ്റെ കറക്റ്റ് അളവിലായിട്ട് തന്നെ കത്രിക്കൊണ്ട് ആദ്യത്തേന് അങ്ങനെ അളവ് എടുത്തിട്ട് മുറിച്ചു. പിന്നെ ഇതേ അളവ് തന്നെ A4 വെച്ചിട്ട് വീണ്ടും വന്നിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുമാതിരി 2 വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈറ്റൊക്കെ ലൈറ്റല്ല മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മീൻസ് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന മെഴുകുതിരിയുടെ ഹാഫ് മീൻസ് അത്രയായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ മെഴുകുതിരി മൊത്തം പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഗ്ലൂ ഗൺ എൻ്റെ അടുത്തുണ്ട്. ഇത് ഒട്ടിക്കണമല്ലോ, അപ്പോൾ ഗ്ലൂ ഗൺ എൻ്റെ അടുത്തുണ്ട്. അതാണെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു കളർ പെൻസിലില്ലേ, പെൻസിൽ കളർ നട്രാജിൻ്റെ, അതെടുത്തിട്ട് അതിനകത്തോട്ട് കുത്തിക്കേറ്റിട്ടുണ്ട്. അത് കുത്തിക്കേറ്റിയതും അതെങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അതങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് മാത്രമായിട്ട് എടുത്തു. ഗ്ലൂ സ്റ്റിക്ക് ഇതുപോലെ മെഴുകുതിരിയിൽ നമുക്ക് ഇതാക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പം പിന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ, ഈസ്തെറ്റിക്കാണ്. അതിൻ്റെ കൂടി ലൈറ്റും കൂടി ഉണ്ടാകുമ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ആ ഡയലോഗാ. ഇത് പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. യാ എനിക്ക് എക്സാക്ട്ലി ഇത് തന്നെയാണ് ഓർമ്മ വന്നത്. ഞാൻ ഏത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഡയലോഗ് അതിനോട് സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നാ ചെയ്ത ഷെൽഫിൻ്റെ അതിൽ വരെ ഈ ഒരു ഡയലോഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ ചെയ്തില്ലേ, പോയ വണ്ടിക്ക് കൈ കട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ തന്നെ പറയും ചെയ്യും, എന്നാൽ ഞാൻ തന്നെ അത് ചെയ്യുകയും ചെയ്യും. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില് നീ ആരാ? ഏതായാലും നമുക്ക് ചെയ്യുന്നതിലേക്ക് കിടക്കാം. ഇതാ കണ്ട, ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് കൂപ്പറയങ്ങളൊക്കെ കാട്ടാൻ എൻ്റെ അനിയന് കൂടെ ഉണ്ടെന്ന്. ഞാനിവിടെ ഗ്ലൂഗണ്ണും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതും കണ്ടിട്ട് അവൻ ഏതൊരു പേപ്പറിൽ കുറേ സാധനങ്ങൾ പൊതിഞ്ഞ് വെച്ചിട്ട് തീയുടെ മുമ്പിൽ വന്നിട്ട് കളിക്കുക. ഇതേ കണ്ട, ചിലതൊക്കെ തല തിരിഞ്ഞുകൊണ്ടുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവസാനമായപ്പോൾ ഇതെങ്ങനെ വെക്കണം എന്ന് എനിക്കൊരു ഡൗട്ട്. അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാ ഈ ഒരു ലുക്കിലാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പകുതിക്കുന്നുള്ള നമ്മുടെ ഹേർട്ടുകളൊക്കെ തല തിരിഞ്ഞുകൊണ്ടായതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഏതായാലും നമുക്ക് പറ്റുന്ന പോലെ വെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നിട്ട് ഗ്ലൂ ഗൺ ഒരുക്കി. എല്ലാവരുടെയും ഗ്ലൂ ഗൺ ഇതുപോലെ ഒരുക്കുമ്പോൾ ഇതുപോലെ കറുപ്പ് വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇതുവരെ കറുപ്പ് വരുന്നുണ്ട്, കരിപ്പേ. അങ്ങനെ അവസാനം ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തപ്പോൾ കുഴപ്പമില്ല, നേരായത് വിചാരിച്ചപ്പോഴോ അതാണെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും പോയി. അവസാനം അതും പിടിച്ച് വീണ്ടും നേരാക്കി വെച്ച് വീണ്ടും ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും കുറച്ച് ഗ്ലൂ സ്റ്റിക്കും കൂടി മേടിക്കണം. എന്താ കണ്ട, ഇതുപോലെയാണ് ഞാൻ അവസാനം ആക്കി എടുത്തത് കേട്ടോ. ഇത് മുകളിൽ ഇവിടെ ഒട്ടിച്ച് സൈഡിൽ ഇതും അതിൻ്റെ അടിയിൽ ഈ രണ്ട് സാധനങ്ങൾ മീൻസ് സ്മോൾ കിസ്റ്റിന് 2 വെക്കാനുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ അങ്ങനെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പകുതി ആക്കിയിട്ടാണ് വേറെ ഒരെണ്ണം വെച്ചില്ലേ. അതിൻ്റെ അടിയിൽ നടുവരായിട്ടൊരു കാർഡ്ബോർഡ് ഉണ്ട്, ഞാൻ പുതിയത്തോണ്ട് അത് അറിയത്തില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞാൻ അതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡ് ഇട്ടിച്ചിട്ടില്ല, ഇതുപോലെ പൊതിഞ്ഞിട്ടില്ല. എന്നാലും ഇത്ര ചെയ്തില്ലേ, ഇനിയിപ്പോൾ എനിക്ക് മടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടില്ലേ. എന്നാലും ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ട ഇതുപോലെ കുറച്ച് ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ് ഉണ്ടായിരുന്നു. ബാക്കി പെയിൻറ്റ് ഞാൻ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചതാണ്, കാരണം കുറച്ച് നീളമുള്ള ടൈപ്പാട്ടോ. അപ്പം മറ്റേ പോകോ അതിൻ്റെ തോന്നുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ക്രോഷ്യൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് പിന്നെ ഇതുപോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലിറ്ററും പിന്നെ ഞാൻ വെറുതെ ആയിട്ട് കുറച്ച് ബണ്ണുകളും നെയിൽ പോളിഷൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തൽക്കാലത്തിന് വെച്ചതാട്ടോ. സോ എന്നാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സപ്പോർട്ട്, ഷെയർ ഒക്കെ ചെയ്യണം. സോ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.